നിങ്ങളങ്ങനെ തമിഴിൽ കണ്ട പോലെ നമ്മൾ KSRTCൻ്റെ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. KSRTCൻ്റെ റോഡിലോടുന്ന ഫ്ലൈറ്റാണെന്ന് പറഞ്ഞൊരു ബസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു മാസത്തോളമായി. സംഭവം വേറൊന്നല്ല, KSRTCൻ്റെ സിറ്റ് പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് എന്ന് പറഞ്ഞ ഒരു AC ബസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 40 സീറ്റുള്ള. അപ്പം ഇതാണ്ടോ പാലക്കാട് ബസ് സ്റ്റാൻഡ്. അപ്പോൾ നമുക്ക് പോകാനുള്ള ബസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതിൽ യാത്ര ചെയ്യാൻ ഇത്രയും ലേറ്റ് ആയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല ഈ ഒരു ബസ്സിൽ യാത്ര ചെയ്യാൻ. കാരണം ഇതിനകത്ത് ഒരു പുതുമയൊന്നുമില്ല. ഒരു ചെറിയ സ്റ്റാഫ് ബസ്സാണ്. ഈ ബസ്സൊക്കെ സ്റ്റാഫ് ബസ്സായിട്ടും സ്കൂൾ ബസ്സായിട്ട് യൂസ് ചെയ്യുന്ന ബസ്സുകളാണ്. അതിൻ്റെ ഈ ഒരു സൈസ് കമ്പാരിസൺ തന്നെ കണ്ടാൽ നിങ്ങൾക്കറിയാം. പിന്നെ ഇത് പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയണമല്ല, കർണാടക RTC ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ പോയുള്ളവർക്ക് അറിയാം. അത്തിബല്ലേന്ന് മജിസ്റ്റിക്കിലോട്ടും അതേപോലെ അങ്ങനത്തെ ചെറിയ ചെറിയ റൂട്ടിൽ കർണാടക RTC ഓടിക്കുന്ന സിറ്റി ബസ്സാണിത്. അതാണിപ്പോൾ ട്രിവാൻഡ്രം ആലപ്പുഴയിലോട്ട്, കോഴിക്കോട് ആലപ്പുഴ, പിന്നെ അതേപോലെ കോഴിക്കോട് ട്രിവാൻഡ്രം റൂട്ടിൽ ഓടുന്നത്. ഇപ്പോൾ KSRTCൻ്റെ ഭാഗത്ത് നിന്ന് ഇത്ര പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ യാത്ര ചെയ്യാൻ ഇത്രയും സമയം എടുത്തത്. അപ്പോൾ ഇതാണ് കേട്ടോ ബസ്സിൻ്റെ ഉൾഭാഗം വരുന്നത്. 2x2 കോൺഫിഗറേഷനിൽ പുഷ് ബാക്ക് സീറ്റുകളാണ് കേട്ടോ വരുന്നത്. ആകെ 40 സീറ്റാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. നല്ലൊരു സീറ്റ് ബെൽറ്റൊക്കെ എല്ലാ സീറ്റിനും കൊടുത്തിട്ടുണ്ട്. നടുക്ക് ആംറസ്റ്റ് ഉണ്ട്. നമ്മൾ സ്കാനിയലൊക്കെ വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ടൈപ്പ് സീറ്റ് തന്നെയാണ് ഇതിൽ വരുന്നത്. ആ ഒരു നല്ലതാണ്. നല്ലൊരു ഹെഡ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കൊള്ളാം. ഈ ബാക്കിലുള്ള ഈ ഒരു 5 സീറ്റുകൾക്ക് പുഷ് ബാക്ക് ഇല്ല കേട്ടോ. ഇത് സാധാ ഹൈ ബാക്ക് സീറ്റ് എന്നാണ് ഇതിന് പറയുക. എല്ലാ സീറ്റിനും സീറ്റ് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും നല്ല രസമായിട്ടുണ്ട്. ഇതാണ് ബസ്സിൻ്റെ ഏറ്റവും ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് നോക്കുന്നതിനുള്ള ഒരു വ്യൂ. നല്ലൊരു ക്യാബിൻ സ്പേസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇതിൽ നല്ലൊരു ക്യാബിൻ സ്പേസ് തോന്നുന്നുണ്ട്. ഇതിൽ നിന്ന് യാത്ര ചെയ്യാൻ പറ്റുമെന്നാണ് മന്ത്രി പറഞ്ഞത്. പക്ഷേ ഇതിലെങ്ങനെ നിന്നിട്ട് യാത്ര ചെയ്യാനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കേട്ടോ. ഇതിൽ ശരിക്കും നിന്ന് യാത്ര ചെയ്യാനുള്ള ഒരു സ്പേസ് ഇല്ല. പിന്നെ ഇത് ചെറിയൊരു ക്യാബിനായതുകൊണ്ട് AC നല്ല കിട്ടിലൻ AC ഇതാണ് കേട്ടോ ഉള്ളത്. നല്ല തണുപ്പുണ്ടാവും വിചാരിക്കുന്നു. ഗ്ലാസ് എല്ലാം ടിൻഡഡ് ഗ്ലാസ് ആണ്. വണ്ടിനെ കുറിച്ച് ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറഞ്ഞു കേട്ടോ. ഈ സൈഡിൽ വലിയൊരു ലഗേജ് സ്റ്റോറിങ് സംഭവമുണ്ട്. പിന്നെ മുകളിൽ ഒരു സേഫ്റ്റി ഹാച്ച് ഓപ്പണിംഗ് ഉണ്ട് കേട്ടോ. എമർജൻസി എക്സിറ്റ് ഉണ്ട്. അത് അതേപോലെ ഫ്രണ്ടിലും ഉണ്ട് കേട്ടോ. ഈ സൈഡിൽ ഇതിൻ്റെ ഈ ഒരു ലഗേജ് സ്റ്റോറിങ് സ്പേസ് അത്യാവശ്യം നല്ലോണം ഉണ്ട് കേട്ടോ. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ലെഗ് സ്പേസ് എങ്ങനെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയാണ് ലെഗ് സ്പേസ് ഉള്ളത്. ആ ബാക്കിലെ സീറ്റ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്നെപ്പോലത്തെ ഒരാൾക്കൊക്കെ എങ്ങനെയാണ് ഇതിൽ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ നോക്കുക. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത്, അതായത് ഞാൻ അവിടെ നിന്ന് തന്നെയായിരുന്നു സീറ്റിൻ്റെ ഇത് കാണിച്ചു തന്നത്. ഈ ഭാഗത്ത് ഇരിക്കുന്ന നേരം ഇവിടെ അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഉണ്ട് കേട്ടോ. ഇത് നല്ല കിട്ടില്ല ലെഗ് സ്പേസ് ആണ്. ഇത് പല സീറ്റിനും പല ലെഗ് സ്പേസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇത് നല്ലൊരു സീറ്റ് ഇതാണ്. ഇത് പുഷ് ബാക്ക് വന്നു കഴിഞ്ഞാലും കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുക. ഈ സൈഡിൽ തന്നെ എമർജൻസി ഡോർ വല്ലതും ആണോ? അല്ലല്ല, എമർജൻസി ഡോറും സംഭവങ്ങളൊന്നുമല്ല, സാധാ ഇത് തന്നെയാണ്. പിന്നെ വേറൊരു സീറ്റൊക്കെ ഇരുന്ന് കഴിഞ്ഞാലുള്ള ഒരു ഇതാണ് കേട്ടോ. ഇത് പുഷ് ബാക്ക് വരുന്നതിന് മുമ്പുള്ള ലെഗ് സ്പേസ് ആണിത്. ടൈറ്റാണ്. ഇതാണോ ഫ്ലൈറ്റാണ് എന്നൊക്കെ പറഞ്ഞത്? ഫ്ലൈറ്റ് ആണെങ്കിൽ എയർ ഇന്ത്യ എക്സ്പ്രസ്സിലുള്ള സീറ്റിൻ്റെ ഒരു ഇതാണ് കേട്ടോ ഉള്ളത്. എയർ ഇന്ത്യ എക്സ്പ്രസ്സിൻ്റെ സീറ്റ് ഇത്ര കൺജസ്റ്റഡ് ആണ്. എൻ്റെ കാലമൊക്കെ ഇങ്ങനെ തൊട്ട് ഞാൻ അതിലൊരു യാത്ര ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതലായിട്ടുള്ള വലിയതൊന്നും എനിക്കിതിൽ തോന്നിയില്ല. പക്ഷേ ഇൻറ്റീരിയർ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അതൊന്നും പറയാനില്ല. സൂപ്പർ ഇൻറ്റീരിയറാണ്. ഇനി ഞാൻ നെഗറ്റീവ് പറയാനായിട്ട് കയറിയതാണെന്ന് പറയുന്ന കാരണം ഞാനുള്ള കാര്യമാണ് പറഞ്ഞത്. കാരണം ഫ്ലൈറ്റിൻ്റെ ഇതാണ്, പ്രൈവറ്റ് ബസ്സിൽ കിട്ടാത്ത ഫെസിലിറ്റീസ് ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വലുതായിട്ട് പ്രതീക്ഷിച്ച് കയറും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഉള്ളത്. പക്ഷേ സാധാരണക്കാർക്കൊരു പ്രീമിയം ക്ലാസ് ട്രാവൽ എന്നുള്ള രീതിയിൽ വണ്ടി കൊള്ളാം എന്നാണ് എനിക്ക് ഫസ്റ്റ് ഇമ്പ്രഷൻ ഉള്ളത്. ഇതിൻ്റെ സ്പീഡ് പിന്നെ ടൈമിംഗ് ഒക്കെ എങ്ങനെയാണ് നോക്കണം. പിന്നെ മെയിനായിട്ട് നോക്കാനുള്ള ഈ ബസ് ഇത് ഞാൻ പറയാട്ടോ, ഞാൻ പറഞ്ഞുതരാം. ഇതാണ് കേട്ടോ ബസ്സിൻ്റെ ഡ്രൈവർ ക്യാബിൻ വരുന്നത്. ഭയങ്കര ചെറിയൊരു ക്യാബിനാട്ടോ. നല്ല ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററൊക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് വണ്ടിൻ്റെ ഒരു ഡ്രൈവർ ക്യാബിനും ഡ്രൈവർ സീറ്റൊക്കെ കാണാൻ. വോൾവോയിലൊക്കെ വരുന്ന മോഡൽ സീറ്റാണ്. നല്ല ഹൈറ്റൊക്കെ ഉള്ള സീറ്റാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ടാറ്റൻ്റെ സ്റ്റിയറിംഗ് വീലൊക്കെ നല്ല രസമുണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ RPM, റൈറ്റ് സൈഡിൽ സ്പീഡ്, അതുപോലെ ഫ്യൂവല്, അങ്ങനെ ഒരു ചെറിയൊരു ഡിജിറ്റൽ മീറ്റർ കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഇത് വരുന്നത് 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണല്ലോ ഇതിന് വരുന്നത്. കൊള്ളാം. പിന്നെ ഇതിൻ്റെ മെയിൻ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡ്രൈവർ ഉറങ്ങുന്ന സമയത്ത് ഡിക്റ്റേറ്റ് ചെയ്യുന്നത് മൊബൈൽ ഫോൺ ഉപയോഗിക്കാണ് ഡിക്റ്റേറ്റ് ചെയ്യുന്നൊരു സംഭവമാണോ. ആ ഒരു സേഫ്റ്റി ഫീച്ചറാണ് ഇതിന് കൊടുത്തത്. പിന്നെ ഇതിലൊരു മൈക്കും ഉണ്ട് കേട്ടോ. അവിടെ ഇതിൽ മൈക്കാണ് ഇത് പാസഞ്ചർ അനൗൺസ്മെൻറ്റ് കാര്യങ്ങൾക്കൊക്കെ ഉള്ളത്. അത് രണ്ടും എന്തായാലും കൊള്ളാം.
നിങ്ങൾക്ക് വേറൊരു സംഭവം കാണിച്ചുതരാം. ആ സൈഡിൽ കാണുന്നത് കർണാടക ആർട്ടിസ്റ്റിൻ്റെ വണ്ടികളാണ് കേട്ടോ. അവർ ആക്കണ ഈ ഒരു വോൾവോ 9600 സെമി സ്ലീപ്പർ ഐരാവത് ക്ലബ്ബ് ക്ലാസ് 2.0 എന്നൊരു മോഡൽ ഇറക്കിയ സമയത്താണ് നമ്മൾ ഈ ഒരു സാധനം ഇറക്കിയത് കേട്ടോ. ഈ വണ്ടി 40 ലക്ഷം രൂപയാണ് കേട്ടോ ഈ വണ്ടീൻ്റെ ഓൺ റോഡ് പ്രൈസ്. ഏകദേശം 40 ലക്ഷം രൂപേൻ്റെ അടുത്ത് 38 സംതിങ് അങ്ങനെയാണ് വരുന്നത്. കർണാടക ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പൈസ ഉണ്ട്, നമ്മളെ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പൈസ ഇല്ല എന്നുള്ളതൊക്കെ ശരി തന്നെ. പക്ഷേ നമ്മളെ മന്ത്രി വന്നിട്ട് ഡയലോഗ് അടിക്കുന്നത് കേൾക്കാനാണ് വയ്യാത്തത്. അപ്പോൾ ബസ് കാണാനൊരു രസമൊക്കെ ഉണ്ട്, പക്ഷേ ഒരു എന്താ പറയുക, ഒരു ലോങ് ഡിസ്റ്റൻസിന് ഇതേപോലുള്ള ഈ കുട്ടി വണ്ടികളിലുള്ള ട്രാവൽ കംഫർട്ടാണ്. ഇത് പക്കാ സ്റ്റാഫ് ബസ്സാണ്. നമ്മളെ മന്ത്രി ഇത് ഇറങ്ങിയ സമയത്ത് വന്ന് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ട് അവിടെ നിന്ന് കണ്ടിട്ടുള്ള ഒരു ട്രാവൽ എക്സ്പീരിയൻസ് നമ്മളെ നാട്ടിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ഒരു രീതിയിലാണ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വിദേശ രാജ്യങ്ങളിലൊക്കെ ഒന്നും പോകണ്ട, തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട് കർണാടക ആർട്ടിസ്റ്റിൻ്റെ വണ്ടി. അങ്ങനെ ഞാൻ നേരത്തെ കാണിച്ചില്ലേ ഈ സംഭവങ്ങളൊക്കെ. ഇത് കർണാടക ആർട്ടിസ്റ്റ് 10 വർഷം മുമ്പ് ഇറക്കിയ ക്ലബ് ക്ലാസ് ഫസ്റ്റ് എഡിഷനാണ്. അതിൻ്റെ അപ്പുറത്ത് ക്ലബ് ക്ലാസ് സെക്കൻഡ് എഡിഷൻ വണ്ടി. അപ്പോൾ അങ്ങോട്ട് നോക്കിയാൽ മതി. വിദേശ രാജ്യങ്ങളിലോട്ടൊന്നും പോയിട്ട് അവിടുത്തെ ടെക്നോളജി ഒന്നും ഇവിടേക്ക് കൊണ്ടുവരണമെന്നില്ല. പിന്നെ വിദേശ രാജ്യങ്ങളിൽ എനിക്ക് 100% ഉറപ്പാണ്, യൂറോപ്പിലൊക്കെ ഇത് ഇങ്ങനത്തെ ബസ്സുകൾ ഇല്ല. ഈ ടാറ്റ മാർക്കോ പോളോ പിന്നെ GCC കൺട്രീസിൽ ഉള്ള വണ്ടികൾ ഈ വണ്ടി തന്നെ ഉണ്ട്. GCCയിൽ പല സ്ഥലങ്ങളിലും ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്നവർക്കറിയാം, സ്റ്റാഫ് ബസ്സായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അല്ലെ അതാണ് പ്രീമിയം വണ്ടി എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ കൊണ്ടുവന്നിട്ട് ആൾക്കാരെ കണ്ണ് പൊടിയിടുന്നത്. പ്രീമിയം കൈൻഡ് ഓഫ് ട്രാവൽ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ കർണാടക RTC. ഇപ്പോൾ ഞാനിത് കുറ്റം പറയാനായിട്ട് വന്നാണെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇവിടുന്ന് ട്രിവാൻഡ്രത്തേക്ക് ഏകദേശം 350 കിലോമീറ്ററിൻ്റെ അടുത്താണ് ട്രാവൽ ടൈം വരുന്നത്. ഇത് തൃശ്ശൂർ സ്റ്റാൻഡ് പോലെ കേട്ടോ, വലിയൊരു കിട്ടലാണ്. നമ്മൾ നേരെ പാലക്കാടിനടുത്ത് അങ്കമാലിയിൽ നിന്ന് നമ്മളെ മൂവാറ്റുപുഴ, തിരുവല്ല, ചങ്ങനാശ്ശേരി, കോട്ടയം വഴി ട്രിവാൻഡ്രത്തേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ രാവിലെ 11 മണിക്കാണ് ഇത് പാലക്കാട് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആ നേരം ട്രിവാൻഡ്രത്തുന്ന രീതിയിലാണ് ഷെഡ്യൂൾ ചെയ്തത്. ബസ്സിൻ്റെ ഫ്രണ്ട് തന്നെ സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം എഴുതിയിട്ടുണ്ട്. KSRTC സ്വിഫ്റ്റിൽ LTD ഗവൺമെൻറ് ഓഫ് കേരള. പിന്നെ വണ്ടി നമ്പർ KL 15A2802. പിന്നെ എന്താ പറയുക, KS 435 ആണ് വണ്ടിൻ്റെ ഡിപ്പോ കോഡ്. വണ്ടിൻ്റെ കോഡ് നമ്പർ ഉണ്ട്, എന്താ സംഭവം കറക്റ്റ് എനിക്കറിയില്ല. AC എന്ന് അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. മാർക്കോ പോളോൻ്റെ ഒരു ലോഗോവും കാണാം കേട്ടോ. മുകളിൽ റൂട്ട് ബോർഡ് ഇങ്ങനെ ഓടുന്ന നിങ്ങൾക്ക് കാണാം. കോട്ടയം തിരുവല്ല, കോട്ടയം കൊട്ടാരക്കര, അതുവഴി കിളിമാനൂർ, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലൂടെ MC റോഡ് വഴിയാണ് പോകുന്നത്. മെയിൻ സ്റ്റേഷനുകളിലൊക്കെ കയറും. പിന്നെ ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് വരുന്നത് 600 രൂപയോളാണ് പാലക്കാട് നിന്ന് ട്രിവാൻഡ്രത്തേക്ക് വരുന്നത് കേട്ടോ. ഈ ബസ്സിൻ്റെ റൂട്ട് ബോർഡ് കണ്ടോ നിങ്ങൾ? അത് പകുതി പെന്നോണ്ട് എഴുതി വെച്ചതും പകുതി പേപ്പർ കൊണ്ട് മടിച്ച് മൂടി വെച്ചതൊക്കെയാണ് കേട്ടോ. AC പ്രീമിയം എന്ന കാര്യങ്ങളുണ്ടല്ലേ, നല്ലൊരു ബോർഡിൽ ഇതിൻ്റെ റൂട്ട് ബോർഡ് അടിക്കാൻ പോലും ഇവർക്ക് പറ്റിയിട്ടില്ല. പിന്നെയാണ് ഇവർ വലിയ വർത്താനം ന്യൂസിൽ കയറിയിട്ട് ഒന്ന് പറയൽ. പിന്നെ പല ബ്ലോഗർമാരും പറയുന്ന കേട്ടില്ല റൂട്ടിലോടുന്ന ഫ്ലൈറ്റാണ് ഇതെന്നൊക്കെ. പിന്നെ ബസ്സിൻ്റെ സൈഡിലെ വിൻഡോ ഇത് നോക്കുകയാണെങ്കിൽ ഇത് വിൻഡോ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന വിൻഡോ ആണ് കേട്ടോ. AC ബസ് ആണെങ്കിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന വിൻഡോ ആണ്. ഇത് AC ഓപ്ഷനിൽ അവൈലബിൾ ആണെന്നുള്ളതുകൊണ്ട് മാത്രം ഇങ്ങനെ കൊടുത്തതാണ്. ഇതിവിടെ എനിക്ക് പിടിച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് ഓപ്പൺ ചെയ്യാൻ പറ്റും. നല്ലൊരു ലോക്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ഡോറ് ഗ്ലാസ് അങ്ങനെ തുറന്നു പോകില്ല കേട്ടോ. പിന്നെ ഒരു കർട്ടൻ കൊടുത്തിട്ടുണ്ട്, കുഴപ്പമില്ലാത്തൊരു നീല കളർ കർട്ടൻ സെറ്റാണ്. പിന്നെ മുകളിൽ AC വെൻറ്റുകൾ കാര്യങ്ങൾ കാണാം. 2 AC വെൻ്റ് ഉണ്ട്. പിന്നെ 2 റീഡിംഗ് ലാമ്പ് ഉണ്ട്. ഇതെന്താ എമർജൻസിൻ്റെ ഇതാണെന്ന് തോന്നുന്നു, അറിയില്ല. 2 റീഡിംഗ് ലാമ്പും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടത്തെ സീറ്റിൻ്റെ നേരെ മുമ്പത്തെ സീറ്റ് ഭയങ്കര ഹൈറ്റിലാണുള്ളത്. ഇതിൻ്റെ ടയർ വരുന്ന ഭാഗമാണെന്ന് തോന്നിയത്, ഫ്രണ്ട് ടയർ വരുന്നത്. ബസ്സിൽ പിന്നെ സ്റ്റാൻഡിങ് അലൗഡ് ആണ് കേട്ടോ. കാരണം ഈ ഒരു സ്റ്റാൻഡ്, അതായത് നിന്ന് യാത്ര ചെയ്യുന്നവരെ പിടിക്കാനുള്ള ഒരു സംഭവം ഇതിൽ കൊടുത്തിട്ടുണ്ട്. AC പ്രീമിയം എന്ന് പറഞ്ഞിട്ട് ഈ സ്റ്റാൻഡിങ് ഇതിൽ അലൗഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം പ്രീമിയം യാത്രക്കാർക്ക് ഈ നിന്ന് പോകുന്നവരുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലൊരു ഹാച്ച് ഓപ്പണിംഗ് ഉണ്ട്, 2-3 CCTV ക്യാമറ ഉണ്ട്. പിന്നെ ഒരു TV അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെന്തായാലും കൊള്ളാം. സമയം 11 മണി അതിന് 5 മിനിറ്റ് ആയിട്ടോ നമ്മളിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മളെ യാത്ര ഏതായാലും തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി.
8 ബസ്സുകളാണ്. എല്ലാ ബസ്സുകളും ട്രിവാൻഡ്രം തൃശ്ശൂർ അതേപോലെ ട്രിവാൻഡ്രം പാലക്കാട് റൂട്ടിലാണ് കേട്ടോ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നല്ല ചൂട് കാലത്തൊക്കെ പാലക്കാട് നിന്ന് ഓക്കെ ആണ് കേട്ടോ. ഇത് നല്ല തണുപ്പൊക്കെ ഉണ്ട്. ഇതിൻ്റെ AC ഒക്കെ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. ട്രാവൽ കംഫർട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബസ് നമ്മളൊരു ചെറിയൊരു ബസ് പോവുകയാണെന്നുള്ളൊരു ഫീല് തോന്നുന്നത്. ബസ്സാണ് കുറച്ചൊരു ഹൈറ്റിൽ ഇരുന്നിട്ട് പോകുന്ന ഒരു ഇതല്ലേ. പക്ഷേ ഇതൊരു XUV കാറിനെക്കാട്ടിൽ കുറച്ചുകൂടി ഒരു ഹൈറ്റിൽ ഇരിക്കുന്നൊരു ഫീലുണ്ട്. ഞാൻ പ്രത്യേകിച്ച് ഇപ്പോൾ ഇരിക്കുന്ന കുറച്ചുകൂടി ഹൈറ്റുള്ള സീറ്റിലാണ്. എന്നിട്ട് പോലും എനിക്ക് അങ്ങനെ തോന്നുന്നു. ഇതൊരു ഫ്രണ്ട് എൻജിൻ ബസ്സായിട്ട് പോലും എൻജിൻ സൗണ്ടൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ. ഇതിൻ്റെ എൻജിൻ വരുന്നത് 4 സിലിണ്ടറാണ്. 3000 cc ആണ് കേട്ടോ വരുന്നത്. ഏകദേശം 99 അല്ലെങ്കിൽ 140 ഹോഴ്സ് പവറാണ് വരുന്നത്. 320 ന്യൂട്ടൺ മീറ്ററാണ് ഇതിൻ്റെ ടോർക്ക് വരുന്നത് കേട്ടോ. വണ്ടി അത്യാവശ്യം നല്ല സ്പീഡിലൊക്കെ പോകുന്നുണ്ട്. എന്നാലും നമുക്ക് ഇതിൻ്റെ എൻജിൻ സൗണ്ട് ഭയങ്കര കുറവാണ് കേട്ടോ. ആ ഒരു സുഖമുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ അവിടെ ഇരിക്കുന്ന സമയത്ത്. തീരെ സൗണ്ടില്ല. അതേപോലെ AC വണ്ടി ആയതുകൊണ്ട് തന്നെ എൻജിൻ അധികം ഹീറ്റും ആവുന്നില്ല. എന്തായാലും കൊള്ളാം. AC വണ്ടി ആയതുകൊണ്ട് എൻജിൻ ഹീറ്റ് ആവുന്നില്ല എന്നല്ല, ഹീറ്റ് ഉള്ളിലോട്ട് വരുന്നില്ല എന്നുള്ളത്. വണ്ടിൻ്റെ ടോപ്പ് ഗിയറിലാണ് പോകുന്നത് 2000 RPM. നല്ലൊരു സ്മൂത്ത്നെസ് ഒക്കെ ഉണ്ട് ഇതിന്. ആ കാര്യങ്ങളിലൊക്കെ ഓക്കെയാണ്. ഈ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ട് നമ്മളെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു ബസ് സൂപ്പർ എക്സ്പ്രസ് KSRTC സൂപ്പർ എക്സ്പ്രസിൻ്റെ താഴെയും സൂപ്പർ ഫാസ്റ്റിൻ്റെ മുകളിലും വരുന്ന ഒരു ക്ലാസ് യാത്രയാണെന്നാണ്. എന്നിട്ട് ഇതിൻ്റെ റേറ്റ് കൊടുത്തത് സൂപ്പർ ഡീലക്സിനെക്കാട്ടിലും വലിയ റേറ്റാണ് കേട്ടോ ഇതിന് വന്നിരിക്കുന്നത്. ആണല്ലോ അത് നല്ല കുലുക്കാണ്. പിന്നെ ബാക്കിൽ സീറ്റ് പുഷ് ബാക്ക് ഇല്ല. പക്ഷേ എല്ലാ സീറ്റിനും ഒരേ പൈസയാണ് കേട്ടോ ടിക്കറ്റ് വരിക. നിങ്ങൾ പുഷ് ബാക്ക് ഇല്ലാത്ത ഈ ഒരു സീറ്റ് നമ്മളെ ഓർഡിനറി ബസ്സിലുള്ള സീറ്റ് പോലെയാണ്. ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റുള്ള സീറ്റ് ഇല്ല, ഒന്നുമില്ല കേട്ടോ. കാണിച്ചുതരാം. അതാണ് നേരെ വരിക്ക് ഒരു സീറ്റ് ഇങ്ങനെ 5 സീറ്റുകൾ ഇങ്ങനെ കൊടുത്തതാണോ. എന്നിട്ട് ഇതിൻ്റെ അടിയിൽ ഇതാണ് പെട്ടിയാണ്. ഇത് പുഷ് ബാക്ക് ആവില്ല. പിന്നെ അതേപോലെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ ബാക്ക് സീറ്റ് ഇരിക്കൽ. ബാക്കിയുള്ള 34 സീറ്റുകൾ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അതെല്ലാത്തിനും പുഷ് ബാക്ക് ഉണ്ട്. കണ്ട അവിടെ നല്ല ലെഗ് സ്പേസ് ഉണ്ടാവും. പക്ഷേ സീറ്റ് ഭയങ്കര ഷോക്കാണ്. ലോങ് ഡിസ്റ്റൻസ് ഈ സീറ്റ് ബുക്ക് ചെയ്യാതിരിക്കുക. ഓൺലൈൻ റിസർവേഷൻ ചെയ്യുന്നത് ശ്രദ്ധിക്കുക. 35 to 40 വരെ സീറ്റ് ശോകമാണ്. ഇത് തൃശ്ശൂർ സ്റ്റാൻഡിൽ പോലെ കേട്ടോ. മണ്ണൂറ്റി ബൈപ്പാസ് വഴിയാണ് പോകുന്നത്. ഇതിന്
ഏറ്റവും ഫ്രണ്ടിലെ സീറ്റ് ഓൺലൈൻ റിസർവേഷനിൽ ലേഡീസ് സീറ്റാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇവിടെ ഇരുന്നതിനുള്ള ലെഗ് സ്പേസ് ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക. ഈ ഒരു കാലം കൊണ്ട് കയറ്റി വെക്കാം, രണ്ട് കാലം കൂടിയും ഇങ്ങനെ കയറ്റിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. കൊള്ളാം.
പാലത്തിന് മുകളിൽ കൂടെയാണ് പോകുന്നത്. പ്രൈവറ്റ് ബസ്സൊക്കെ ആണെങ്കിൽ പാലത്തിൻ്റെ താഴത്തു കൂടെയാണ് പോവുക. ഈവൻ നൈറ്റ് സർവീസ് ബസ്സുകൾ വരെ പാലത്തിൻ്റെ താഴത്തു കൂടെ പോയിട്ട് ആ ജംഗ്ഷനിൽ ഇറക്കി കൊടുക്കട്ടോ. ഇവിടുന്ന് ആ ജംഗ്ഷനിൽ വരെ ആൾക്കാർ നടന്നിട്ട് പോകണം. ഒരു വളരെ മോശപ്പെട്ട ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. കാരണം പ്രൈവറ്റ് ബസ്സിന് പോലും ഇല്ലാത്ത ഫീച്ചേഴ്സുള്ള ബസ്സല്ലേ, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ. ഫ്ലൈ ഓവറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സമയം 12:25 നമ്മളിപ്പോൾ പാലിയേക്കരൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞുള്ള പുതുക്കാട് KSRTC ബസ് സ്റ്റാൻഡൊക്കെ കഴിഞ്ഞ് അങ്കമാലിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ബസ് ഇപ്പോൾ ഒരു 20-25 മിനിറ്റ് ബിഫോറാണ് കേട്ടോ ഓടിക്കൊണ്ടിരിക്കുന്നത്. ബാംഗ്ലൂർ എറണാകുളം നൈറ്റ് സർവീസ് സ്ലീപ്പർ ബസ്സാണ് കേട്ടോ. അത് ഭാരത് ബെൻസിൻ്റെ ബസ്സാണ്. അത് ഭാരത് ബെൻസിൻ്റെ ബസ്സിൻ്റെ പ്രശ്നം അതാണ്. എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ കമ്പനി നാൾ വരണം, എന്നാലേ അത് അനക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പുറമുള്ള മെക്കാനിക്ക് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് വാറണ്ടി കട്ടായി പോകുന്ന ഇഷ്യൂസൊക്കെ വരും. അതുകൊണ്ടാണ് ആ വണ്ടി അവിടെ കിടക്കുന്നത്. ഏകദേശം ഒരാഴ്ചയോളായി ആ വണ്ടി അവിടെ ആയിട്ട്. ബസ്സിൻ്റെ ഗ്ലാസ് സിമ്പിളായിട്ട് തുറക്കുകയും അടിക്കുകയും ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അല്ലേ?
സസ്പെൻഷൻ ആക്ഷൻ ആണല്ലോ അത്. 4K 60 ഫ്രെയിംസിൽ എടുക്കുന്നത് കൊണ്ടും നല്ല കിടിലൻ സ്റ്റെബിലൈസേഷനുള്ള ഫോണായതുകൊണ്ടും നിങ്ങൾക്ക് അത്ര അങ്ങോട്ട് മനസ്സിലാവില്ല. പക്ഷേ ഇരിക്കുന്നേരം ഒരിക്കലും ഉറങ്ങിയിട്ട് യാത്ര ചെയ്യാൻ പറ്റില്ല അതിൻ്റെ ബാക്കിലെ സീറ്റുകളിലൊന്നും. അത്യാവശ്യം പകുതിയിൽ നിന്ന് മുകളിലോട്ടുള്ള സീറ്റൊക്കെ ആണെങ്കിൽ, മുമ്പിലോട്ടുള്ള സീറ്റുകളാണെങ്കിൽ ഉറങ്ങാനൊക്കെ പറ്റും. സസ്പെൻഷൻ ആക്ഷൻ കുഴപ്പമില്ല. പക്ഷേ ബാക്ക് സീറ്റ് ഭയങ്കര ഷോക്കാണ്. അതിൻ്റെ ഒരു ഫീലാണ് ഇപ്പോൾ കിട്ടിയത്. നല്ല ആക്ഷൻ വരുന്നുണ്ട്. കാരണം പാരബോളിക് സസ്പെൻഷൻ ആണല്ലോ, അതായത് ലീഫ് സസ്പെൻഷനാണ്. നല്ല കുലുക്കം കുലുക്കുന്നുണ്ട് വെഹിക്കിൾ. ഇതിൻ്റെ AC ടെമ്പറേച്ചർ കൂടുതലാണോ, 23 ഇപ്പോൾ ഓടിക്കൊണ്ടിരുന്നത്. 23.3 നല്ല കംഫർട്ട്. സമയം ശരിക്കും 1:45. 1:45 നേരത്തെ എത്തിയിട്ടുണ്ട്. ബസ് അങ്ങനെ അങ്കമാലി ഇവിടെ ഫുഡ് ബ്രേക്കിന് വേണ്ടി നിർത്തിയാണല്ലോ. സമയം 1:10. 1/2 മണിക്കൂർ പേർക്ക് ഇവിടെ സമയം ഉണ്ട്. ഇനി 1:45 അങ്കമാലിത്തെ സമയം. അവിടെ ഇതിൻ്റെ മുമ്പ് ഒറ്റ സ്റ്റാൻഡിലും ബസ് കയറിയിട്ടില്ല കേട്ടോ. ഒരു സ്റ്റാൻഡ് പോലും ബസ് കയറിയിട്ടില്ല. അതുകൊണ്ടാണ് ബസ് നേരത്തെ എത്തിയത്. ചില ദിവസങ്ങളിൽ 1:45 അല്ലെ 2 മണിയൊക്കെ ആകുന്ന സമയത്താണ് എത്തിയത്. ട്രാഫിക്കിനനുസരിച്ചാണ്. ഈ വണ്ടിൻ്റെ യാത്രാ കംഫർട്ട് എങ്ങനെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടല്ലേ, നല്ല ബാക്കോട്ട്, ഈ ഒരു ഭാഗത്തിൻ്റെ ബാക്കോട്ടുള്ള, അതായത് 20ാമത്തെ സീറ്റ് മുതൽ ബാക്കോട്ടുള്ള ഒറ്റ സീറ്റിൽ ഇരുന്നിട്ട് ലോങ് ഡിസ്റ്റൻസ് പോലും നടക്കില്ല. കുറച്ച് ദൂരങ്ങളൊക്കെ നടക്കും, ഓക്കെ, നോ പ്രോബ്ലം. 2 മണിക്കൂർ വരെയൊക്കെ മാക്സിമം, അതിൽ കൂടുതലൊന്നും നടക്കില്ല. ബാക്കിലെ 2 വരികൾ 2 മണിക്കൂർ യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇത്രയും പൈസ കൊടുത്തിട്ടുള്ള യാത്ര ചെയ്യുന്ന ഇതായതുകൊണ്ടാണ് കേട്ടോ.
ഞാൻ ഇവിടെ ഇറങ്ങിയിട്ടോ. ഞാൻ ഇതിൽ ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആണ്, TV ഉണ്ടാവും, സിനിമ ഇടും, പാട്ടിടും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന പർപ്പസ് ആയതുകൊണ്ട് അതൊന്നും ഉണ്ടാകുന്ന നേരം വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനത് വിചാരിച്ച് മാത്രമാണ് ഇതിൽ അങ്കമാലി വരെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ TV യും പാട്ടൊന്നുമില്ല. TV ഒക്കെ ഉണ്ട്, പാട്ടൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. നമുക്ക് ഏതായാലും നല്ല കാര്യമായി, കാരണം നമുക്ക് വീഡിയോ എടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായതുകൊണ്ട്. പിന്നെ KSRTC പ്രോമിസ് ചെയ്ത വേറൊരു സംഭവം, നല്ല റെസ്റ്റോറൻറ്റിലാണ് നിർത്തുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ അങ്കമാലി സ്റ്റാൻഡിലുള്ള ഈ ഒരു ഹോട്ടലാണ്, അത് KSRTC ബസ് സ്റ്റാൻഡിലെ ഭക്ഷണശാലയിൽ. അപ്പോൾ ഇവിടുത്തെ ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് കഴിച്ചു നോക്കാം എന്തായാലും. എനിക്ക് ഇവിടുന്ന് കോട്ടയം വരെയെങ്കിൽ യാത്ര ചെയ്യണമെന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വേറെ സീറ്റുകളൊന്നും അവൈലബിൾ ആയിട്ടില്ല. സീറ്റെല്ലാം ഫുള്ളി ബുക്ക്ഡായിപ്പോയി. ഇവിടുന്ന് അങ്ങോട്ടേക്ക് കേട്ടോ ഫുള്ളി ബുക്ക്ഡ് അല്ല, ഫ്രണ്ടിലെ സീറ്റുകളൊക്കെ ഫുള്ളി ബുക്ക്ഡാണ്. ബാക്കോട്ടേക്കാണ് സീറ്റുകൾ ഒഴിവുള്ളത് കേട്ടോ. ഇതിലിപ്പോൾ ഇവിടെ വരെ ഒരു 18 പേരെ യാത്രക്കാരുണ്ടായിരുന്നു നമുക്ക്, ബാക്കി 22 സീറ്റ് ഒഴിവായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ബാക്കോട്ടുള്ള 10 സീറ്റുകളാണ് ഒരു ഒഴിവുള്ളത്. അതും ഇവിടുന്ന് ആളുകളൊക്കെ കയറുന്ന നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാനൊരു ചോറാണ് കേട്ടോ പറഞ്ഞത്. ചോറ്, മീൻകറി, സാമ്പാർ, പിന്നെ ഒരു കേബേജാണെന്ന് തോന്നുന്നു, കേബേജ് ഉപ്പേരി, അച്ചാർ, പിന്നെ വേറെ എന്തോ ഒരു സൈഡ് ഡിഷ്. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. കുഴപ്പമില്ല, ഒരു ആവറേജ്, വലിയത് എന്നൊന്നും പറയാനില്ല, ഒരു ആവറേജ് ഫുഡൊക്കെ കഴിച്ച അങ്കമാലി സ്റ്റാൻഡിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവിടെ KSRTCൻ്റെ ഒരു സാധനം കണ്ട് നോക്കിയതാണ് ഞാൻ. വോൾവോ B9R പണ്ട് ഇറക്കിയ മറ്റേ ഗരുഡ കിങ് ക്ലാസ് ഇല്ലേ, ഏകദേശം 10 വർഷം കഴിഞ്ഞിട്ടത്, ചാരിയറ്റ് ഓഫ് കേരള. ഇത് ഇപ്പോൾ ഇവർ സർവീസ് നടത്തുന്നുണ്ട്, അതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. ഇത് വണ്ടി ഇപ്പോൾ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുകയാണ്. വോൾവോൻ്റെ BS3 മോഡൽ വണ്ടിയാണ് ഇത്. B9R ഒക്കെ ഒരു 10-40 ലക്ഷം കിലോമീറ്റർ ഉണ്ടാവും. ഫ്രണ്ടൊക്കെ ബോഡിയൊക്കെ പൊട്ടി മാത്രമല്ല, ഇത് കുറേ സ്ഥലത്ത് നിന്ന് വരെ അടിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ബോഡി രണ്ടാമത് അടിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താ ഇതിൻ്റെ കോലം. ഈ ഒരു ബസ്സിൽ യാത്ര ചെയ്തിട്ടുള്ളൊരു ഇതിപ്പോഴും ബാംഗ്ലൂരിലോട്ട് സർവീസ് നടത്തുന്നുണ്ട്. കോഴിക്കോടൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. എപ്പോഴെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇതിലുള്ളൊരു യാത്രാ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഞാൻ നോക്കട്ടെ, അടുത്ത വീഡിയോയിൽ മാക്സിമം ചെയ്യാൻ നോക്കട്ടെ. KSRTCൻ്റെ ഒരു അവസ്ഥ ആലോചിച്ചിട്ടാണ്. പക്ഷേ KSRTCൻ്റെ ഒരു ഡബിൾ ഡെക്കർ ബസ്സാണ് കേട്ടോ ഇത്. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് അറിയില്ല. എനിക്ക് സിറ്റി സൈറ്റ് സീയിങ്ങിനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മുതലെങ്ങനായിരിക്കും. നല്ല രസമുണ്ട്. ഇത് എങ്ങനെ അതിലങ്ങളൊക്കെ പോകുന്നത്, മുകളിലൊക്കെ തട്ടൂലേ. 5.5 മീറ്ററിനായിട്ടുള്ള ഹൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നത്. ഇവിടെ സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ ഒരു ഫാമിലി വെയിറ്റിംഗ് ഏരിയ ഉണ്ട് കേട്ടോ. പക്ഷേ ഒരു കുഞ്ഞു പോലും ഇല്ല. 2 AC ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഉണ്ട്. പിന്നെ അതേപോലെ ഇതിൻ്റെ നേരെ അപ്പുറത്ത് ഒരു ചേച്ചി ഉണ്ട് കേട്ടോ. അപ്പുറത്ത് ഇരുന്ന് വർത്തമാനം പറയുന്ന ആൾക്കാർ മാത്രമേ ഇതിൻ്റെ ഉള്ളിലുള്ളൂ. ബാക്കി ആരും ഇവിടെ വെയിറ്റിംഗ് ഏരിയ ഇരിക്കുന്നില്ല. ഒരു മണിക്കൂർ അടുത്തേക്ക് 20 രൂപയുള്ളൂ കേട്ടോ. എന്നിട്ട് ആരും ഇരിക്കുന്നില്ല. എനിക്കിനി ഇവിടുന്ന് തിരിച്ചു പോകാനുള്ള ബസ് 2:50 കറക്റ്റ് ഒരു മണിക്കൂറും കൂടി ഉണ്ട്. ഫുഡ് ആൻഡ് ബീവറേജസ് നോട്ട് പെർമിറ്റഡ് ഇൻ ദിസ് റൂം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയാണ് നമ്മളെ KSRTC സ്വിഫ്റ്റ് പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് AC ബസ്സിൻ്റെ വീഡിയോ ഉള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ കുറ്റം മാത്രം പറയാൻ വേണ്ടി ഒരു കാര്യമല്ല, വണ്ടിൻ്റെ നല്ലതുള്ളത് നല്ലതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. മോശമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇതിനെക്കുറിച്ച് നടത്തുന്ന വീരവാദങ്ങളാണ് മോശം. കാരണം നമ്മളൊക്കെ ഇതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള ഒരുപാട് ഓപ്ഷനുകൾ ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഇതിനാട്ടിലും എത്രയോ മുകളിൽ വെക്കാൻ പറ്റുന്ന ക്ലാസ് ബസ്സുകളിൽ നമ്മൾ യാത്ര ചെയ്ത് ശീലമുള്ളത് കൊണ്ട് നമുക്കിതൊരു വലിയ സംഭവമായിട്ട് തോന്നില്ല. പക്ഷേ ഇത് വലിയ സംഭവമായിട്ട് തോന്നുന്നവരുണ്ടായേക്കാം, അത് നമുക്കറിയില്ല. എനിക്കെന്തായാലും ഒരു വലിയ സംഭവമായിട്ട് തോന്നില്ല. ചെറിയൊരു ഫെയറിന് ഒരു പ്രീമിയം യാത്ര എന്ന് പറയാനാണെങ്കിൽ ചെറിയൊരു ഫെയറിന് ഒരു യാത്ര, അത്ര തന്നെ ഞാൻ ഇതിൽ കണ്ടിട്ടുള്ളൂ. KSRTC സിറ്റി ബസ് വെച്ചിട്ട് ട്രിവാൻഡ്രം കോഴിക്കോട് ലോ ഫ്ലോർ AC എന്ന് പറഞ്ഞ ബൈപ്പാസ് റൈഡർ ഓടിക്കുന്നവരാണ്. ഓടിക്കുന്നതൊന്നും വലിയ ഒത്തിരിയുള്ള കാര്യങ്ങളല്ല. അപ്പം നല്ല നല്ല ബസ്സുകൾ വരട്ടെ, കർണാടക ആർട്ടിസിനെ പോലത്തെ വണ്ടികളൊക്കെ നമ്മുടെ നാട്ടിലും വരട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ നേരെ ബൈ ഫ്രം അങ്കമാലി.